എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയ്സി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വെറുതെ കളയുന്ന നമ്മുടെ ചാമ്പങ്ങ ഇല്ലേ, ആ ചാമ്പങ്ങ വെച്ച് നമുക്ക് ഇച്ചിരി ജാം ഉണ്ടാക്കിയാലോ. ഞാൻ നോക്കിയപ്പോൾ ഇഷ്ടം പോലെ ചാമ്പയുടെ ചൂട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ നമ്മൾ വെറുതെ വാരി കളയുവാണ്. അപ്പോൾ എന്നാൽ ഇത് വെച്ചിട്ട് ജാം ഉണ്ടാക്കിയേക്കാമെന്ന് ഓർത്തു. അപ്പോൾ എല്ലാവരും എന്നോട് കൂട്ടുകാരൊക്കെ പറഞ്ഞ് നല്ലതാണ്, അങ്ങനെ ജാം ഉണ്ടാക്കി നോക്കുക എന്ന് പറഞ്ഞു. അത് കാരണം ഞാനും ഒന്ന് പരീക്ഷിച്ചേക്കാമെന്ന് ഓർത്ത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമുക്കൊരു ചാമ്പങ്ങ ജാം ഉണ്ടാക്കാം. അപ്പം ഇന്ന് കുറച്ച് ചാമ്പങ്ങ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം മഴയൊക്കെ പെയ്തുകൊണ്ട് ചാമ്പങ്ങ എല്ലാം പൊഴിഞ്ഞ് തീരാറായി. ഇപ്പോൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് നമുക്കിന്നൊരു ജാം ഉണ്ടാക്കാവേ. അപ്പോൾ നമ്മൾ ചാമ്പങ്ങ കൊണ്ട് നമ്മൾ വൈൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചാമ്പങ്ങ കൊണ്ട് അച്ചാറുണ്ടാക്കി. ഇനിയിപ്പോൾ നമുക്ക് ചാമ്പങ്ങ കൊണ്ടൊരു ജാമും കൂടെ ഉണ്ടാക്കി നോക്കാം. വെറുതെ പോകുമല്ലേ, ഇത് കെമിക്കലൊന്നും ഇല്ലാത്ത സാധനമല്ലേ, ഒരു വിഷാംശങ്ങളും ഇല്ല, നമ്മുടെ പറമ്പിലുണ്ടായ നല്ല സാധനമല്ലേ. പക്ഷേ ഇത് ഒത്തിരി ദിവസം നിൽക്കാൻ പറ്റില്ല, അന്നേരത്തേക്ക് ഇത് പെട്ടെന്ന് ചാടിപ്പോകും. അപ്പോൾ ഞാൻ നല്ലപോലെ ഇത് കുറച്ചുണ്ടായിരുന്നത് പറിച്ച് ഒന്ന് നല്ലപോലെ വാഷ് ചെയ്ത് കുരുവൊക്കെ കളഞ്ഞ് ഒന്ന് തുടച്ചെടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ട് അടിച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മുടെ ജാം ഉണ്ടാക്കാനായിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചാമ്പങ്ങ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തേ. അപ്പോൾ നമ്മൾ തീ കത്തിച്ചു, നമ്മുടെ ചാമ്പങ്ങ അരച്ച് നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് അതിനകത്തോട്ടൊരു 2 തണ്ട് കറുവാപ്പട്ടയും ഒരു 2 ഗ്രാമ്പും കൂടെ ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ജാം ആയി കഴിയുമ്പോൾ എടുത്ത് മാറ്റാം, ഒരു ചെറിയ ഫ്ലേവറിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊന്ന് തിളച്ച് പൊട്ടുന്നൊക്കെ ഉണ്ട്. ഈ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിനകത്ത് ഈ വെള്ളമയമാണെന്ന് തോന്നുന്നു പൊട്ടുന്നുണ്ട്. നമ്മൾ വെള്ളമൊന്നും ഒട്ടും ചേർത്തല്ല, പക്ഷേ നമ്മുടെ ചാമ്പങ്ങയ്ക്കകത്ത് വെള്ളത്തിൻ്റെ അംശം കണ്ടൻറ്റ് കൂടുതലല്ലേ ഇതുണ്ട്. അപ്പോൾ ഇതങ്ങനെ നമ്മുടെ ജാം ഇളക്കുന്ന അനുസരിച്ച് അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതിനകത്ത് വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലല്ലേ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിതിനകത്ത് ഒരു 1/2 കിലോയോളം ഉണ്ട് നമ്മുടെ ചാമ്പയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് ഇപ്പോൾ ഒരു 150 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഭയങ്കര മധുരമായിരിക്കും. അതുകൊണ്ട് ഞാനൊരു 150 ഗ്രാം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ മധുരം കൂടുതൽ വേണ്ടിയവർക്കൊക്കെ വേണേൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് നോർമലി ഇത്രയാണ് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി, പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഒരു വെള്ളം ഇതാവും, കളറും ഒക്കെ ഒന്ന് മാറി വരും. പഞ്ചസാര ഇടുമ്പോഴത്തേക്ക് നല്ലൊരു പിങ്ക് കളറ്. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു പിഞ്ച് ഇങ്ങനെ ഒരു ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. എന്നാന്ന് വെച്ചാൽ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യും, നമുക്ക് മധുരം ഒന്ന് ശേഖരിക്കാതൊക്കെ ഇരിക്കാൻ വേണ്ടി ഒരു പിഞ്ച്, ഒരു നുള്ളെന്നൊക്കെ പറയില്ലേ, അത്രയും. ഇതിങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാത്രത്തിനടി അവിടെ ഇവിടെയൊക്കെ പിടിക്കുമല്ലോ, അതുകൊണ്ട് ഇതിങ്ങനെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി നമുക്ക് ഒരു 10-25 മിനിറ്റ് കൈയെടുക്കാതെ ഇളക്കണം കേട്ടോ, എന്നാലേ ഇത് റെഡിയായി വരുള്ളൂ. ഇത് അങ്ങനെ നമ്മുടെ ജാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ജാമിനകത്തോട്ട് നമുക്ക് നമ്മൾ സാധാരണ നമ്മളെല്ലാ ജാമിനകത്തും ചേർക്കുന്ന പോലെ നമുക്ക് ഒരു ചെറിയൊരു പുളിയുണ്ട്, എന്നാലും നമുക്കൊരു നാരങ്ങയുടെ ഒരു 1/4 മുറി നാരങ്ങയുടെ നീര് നമുക്ക് അതിനകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. ഒത്തിരി വേണ്ട, ഒരു ശകലം. അതുകൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് പിന്നെ അങ്ങോട്ട് കൈ എടുക്കാതെ നല്ലപോലെ ഇളക്കി ഉണ്ട്. ജാം ആവും തോറും നോക്കിയാൽ നല്ല കളറ് വരുന്നുണ്ട്, നല്ല അടിപൊളി കളറാണ്. അപ്പോൾ നമ്മുടെ ഈ പറമ്പിലും ഇതൊക്കെ വെറുതെ പോകുന്ന ചാമ്പയ്ക്ക കൊണ്ട് എന്തെല്ലാം ഉപകാരങ്ങളാണെന്ന് ചോദിക്കും. അച്ചാറായി, വൈനായി, ജാമായി. ഇത് ഇറച്ചി കറി വെക്കുന്ന പോലെയൊക്കെ വറുത്തരച്ച് ചാമ്പങ്ങ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് പൊട്ടിത്തെറിക്കുന്നതാണ് സഹിക്കാൻ പറ്റാത്തത്. നമുക്കിങ്ങനെ ഇളക്കി ഒന്ന് പറ്റിച്ച്, ഇത് പകുതി പോലും ആയിട്ടില്ല. നമ്മുടെ ജാം ഇത് ഏകദേശമൊക്കെ ഒന്ന് ആയി വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ പ്രദേശം മുഴുവൻ പൊട്ടിത്തെറിക്കും. ഉണ്ടാക്കുന്നൊരു സൂക്ഷ്മമാണ്. ഇച്ചിരി അകലത്തിൽ നിന്നും ഇച്ചിരി തവിക്ക് നീളമുള്ള തവിയൊക്കെ വെച്ച് വേണം ഇത് ഇളക്കാനേ, ഇല്ലെങ്കിൽ ഇത് മൊത്തം പൊട്ടിത്തെറിച്ചത് പ്രദേശം മുഴുവൻ. സ്റ്റൗവിൻ്റെ അവസ്ഥ ഉണ്ടോ, മുഴുവൻ പൊട്ടിത്തെറിച്ച് ഈ വെള്ളം പറ്റി വരുമ്പോഴത്തേക്ക്
മൊത്തം പൊട്ടി പൊട്ടി ഇതാവും. ആ വെള്ളത്തിന് നല്ലപോലെ ആ പൊട്ടൽ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ജാം നല്ല പരുവാകുന്നത്. അതുവരെ അതിങ്ങനെ പൊട്ടി 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 നിൽക്കും. നമുക്കിനി ഇത് ഒന്ന് എന്താ പറയുക, ജാമിൻ്റെ പരുവായോ എന്നറിയാനായിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇച്ചിരി ഒന്ന് ഒഴിച്ച് നോക്കാം. അത് ഇങ്ങനെ ഒഴുകി വരുന്നില്ലെങ്കിൽ നമുക്കത് കറക്റ്റ് പരുവാണ്, പാകമായിട്ട് നമുക്കത് എടുക്കാവേ. നമുക്കിതുപോലെ പാത്രത്തിലേക്ക് ഒരു ശകലം ഒന്നിങ്ങനെ വെച്ച് കൊടുത്തേച്ച് ഇങ്ങനെ നോക്കാം. ഇതുണ്ടോ, ഇതിങ്ങനെ താഴോട്ട് പെട്ടെന്ന് പോരുവാണെങ്കിൽ നമുക്ക് പാകമായില്ല. ഇതുണ്ടോ, അപ്പോൾ ഇത് നമ്മുടെ ജാം ഏകദേശം നമുക്ക് പാകമായിട്ടുണ്ട്. നമ്മുടെ ജാം പോരുന്നില്ല, നമ്മുടെ ജാം പാകമായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഒന്ന് തണുക്കാനായിട്ട് എടുത്ത് വെക്കാം. ഞാനും നമ്മുടെ പറമ്പിലൊക്കെ ഇത്രയും ചാമ്പയ്ക്ക പഴുത്ത് പോയിട്ട് ഞാനും ഇപ്പോഴാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. പക്ഷെ നോക്കിയാൽ നല്ല കളറും. ഇവിടെ ഈ ഗ്രാമ്പൂവും പട്ടയും ഒക്കെ അങ്ങ് എടുത്ത് കളഞ്ഞേക്കണേ, നമ്മുടെ ഇതിന് വേണ്ടി ഫ്ലേവറിന് വേണ്ടി ചേർത്തിരിക്കുന്നതൊക്കെ. ഇതുണ്ടോ, അപ്പോൾ ഇത് എങ്ങനെ നമ്മുടെ ചാമ്പയ്ക്ക ജാം ഇതുണ്ട്. നമ്മുടെ ഈ മിക്സഡ് ഫ്രൂട്ട് ജാമൊക്കെ പോലെ തന്നെ ഇരിക്കുവേ. കരണ്ട് പോയി. നമുക്കൊരു ബ്രെഡിലേക്കൊക്കെ ഒന്ന് തേക്കാവേ. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ എന്താ പറയുക, നമ്മുടെ പറമ്പിൽ കായ്ക്കുന്നതല്ലേ, വെറുതെ നമ്മൾ ഈ കളയുന്ന നമ്മുടെ ചാമ്പങ്ങ. ഞാനൊക്കെ നേരത്തെ ഇത് വെറുതെ വാരി നമ്മൾ കളയുമായിരുന്നു. പക്ഷേ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെക്കുവാണെങ്കിലേ നമുക്കൊരു കെമിക്കലും ഇല്ലാതെ നമുക്ക് പിള്ളേർക്കാണെങ്കിലും കൊടുക്കാം. അത് തന്നെയല്ല, നമുക്ക് ജാമിൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്കിത് ഉണ്ടാക്കാം. ജാം റോളോ ജാം എന്ത് വേണേലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ. ഇതുകൊണ്ട് ഇതിങ്ങനെ ഒന്നെടുത്ത് നോക്കി, നമ്മുടെ സെയിം എന്നാ കളറാണെന്നറിയാം. അതിപ്പോൾ ഇച്ചിരി വെട്ടത്തിൻ്റെ ഇതുകൊണ്ടാണ് ഇത്രയും കളർ വരുന്നത്. പക്ഷേ നല്ല നമ്മുടെ ഈ മിക്സഡ് ഫ്രൂട്ട് ഇതിൻ്റെ അതേ സെയിം ഇതേ കൂട്ടാണ്. ഇതുണ്ട്, നമ്മൾ വെറുതെ നമ്മൾ ഈ ജാം കടയിലോട്ട് പോയി മേടിക്കണ്ടല്ലോ. ഇതുപോലെ ചാമ്പങ്ങയൊക്കെ ഉള്ള സീസണിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലൊക്കെ ചാമ്പങ്ങ ഉള്ള ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി പിള്ളേർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ കഴിച്ചോളും. അടിപൊളി ടേസ്റ്റുമാണ്. ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ. ഞാനും ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ ചാമ്പയ്ക്ക ജാം കൂട്ടി നമുക്കൊന്ന് ബ്രെഡ് കഴിച്ച് നോക്കാവേ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ആ ചാമ്പയ്ക്കാട് ഒരു ചെറിയ പുളിയും, പിന്നെ ഞാനൊരു ശകലം നാരങ്ങാനീര് അതിനകത്ത് ഒഴിച്ചായിരുന്നു. ഒരു ചെറിയ പുളിക്ക് ഓൾറെഡി നമ്മുടെ ചാമ്പയ്ക്കയ്ക്ക് പുളിയുണ്ട്, പിന്നെ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാനൊരു ശകലം നാരങ്ങാനീര് ഒഴിച്ചായിരുന്നു. പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒരുമാതിരിപ്പെട്ട ഒരു ജാമും ഇഷ്ടപ്പെടുന്ന ആളല്ല ഞാൻ, പക്ഷേ എനിക്ക് ജാം ഇഷ്ടപ്പെടുന്നല്ല കേട്ടോ. അപ്പോൾ ഈ ചാമ്പങ്ങയൊക്കെ ഉള്ളവർ ഉണ്ടാക്കി കൊടുക്കണം പിള്ളേർക്കൊക്കെ, വെറുതെ കളയാതെ. നല്ല രുചിയാണ്. ഇന്നൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് പറയണം. പിന്നെ നമ്മുടെ വീഡിയോയും ചാനലും ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ, താങ്ക് യു.